ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മത്തങ്ങ അരിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മത്തങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടിയിൽ ഇട്ട് കുറച്ച് വെള്ളവും ചേർക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതൊന്ന് വേവാൻ ഒരു 10 മിനിറ്റോളം ടൈം എടുക്കും. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങാപ്പീരയും ഒരു പിടി തേങ്ങാപ്പീരയും കുറച്ച് ജീരകവും ഇത് കാന്താരി മുളകുമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ മത്തങ്ങ വെന്തോ നോക്കാം. നമുക്ക് മത്തങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണം. എല്ലാം അങ്ങ് പേസ്റ്റാക്കി ഉടയ്ക്കേണ്ട കേട്ടോ. ചെറിയ പീസായിട്ട് ഇടുന്നതും കുഴപ്പമില്ല. അതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഈ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലെ വെള്ളം വറ്റുന്നവരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇച്ചിരി കട്ടിയാകും കണ്ടത്, ഇതുപോലെ കട്ടിയാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. പിന്നെ ഇത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ഒരു 10 ചെറിയുള്ളി എങ്കിലും ഇടണം. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് നമുക്ക് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂക്കുക എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചത് ഇതുപോലെ ഇരിക്കണം. അതിനുശേഷം ഒരു പിടി തേങ്ങാപ്പീരയാണ് ഇട്ടിരിക്കുന്നത്. അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ട, ഇതുപോലെ ഒന്ന് മൊരിഞ്ഞിരിക്കണം. ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ മൊരിച്ചെടുക്കണം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മത്തങ്ങ വേവിച്ചല്ലേ, അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ ഈ മത്തങ്ങ അരിശ്ശേരിയുടെ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.